ഞെട്ടിക്കുന്ന ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ ടുഡേയുടെ ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ ഈ ഒരു സർവേ റിസൾട്ട് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ നടത്തിയ സർവേ പ്രകാരമുള്ള കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അതായത് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഓരോ പാർട്ടിക്കും എത്ര വോട്ട് ശതമാനം ലഭിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കും എത്ര സീറ്റുകൾ വച്ച് ലഭിക്കുമായിരുന്നു എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു സർവേ പ്രകാരം മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. ഇത് പ്രകാരമാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ വൻ തരത്തിലുള്ള ട്വിസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDFന് മുൻതൂക്കമെന്ന് തന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ അഭിപ്രായ സർവേ. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 16 മുതൽ 18 സീറ്റുകൾ വരെ UDF നേടുമെന്നും പറയുന്നു. അതേസമയം BJPക്ക് കൊടുത്തിരിക്കുന്ന സീറ്റുകൾ 0 മുതൽ 2 സീറ്റുകൾ വരെ BJP നേടാമെന്നുള്ള തരത്തിലാണ് ഈ ഒരു സർവേ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ. അതേസമയം LDFന് കൊടുത്തിരിക്കുന്ന സീറ്റുകൾ 1 സീറ്റ് മാത്രമേ LDF നേടൂ എന്ന് പ്രവചിക്കുന്നുള്ളൂ. ഇതിൽ തന്നെ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ വോട്ട് ശതമാന കണക്ക് തന്നെയാണ്. വോട്ട് ശതമാന കണക്കിൽ UDFനെയും LDFനെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വമ്പൻ മുന്നേറ്റമാണ് BJP നടത്തിയിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അതായത് വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത് 17%, 43% UDFന്, 32% LDFന് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ലഭിക്കുന്ന വോട്ട് ശതമാനം, ഈ ഒരു പ്രൊജക്റ്റഡ് വോട്ട് ഷെയർ എന്ന് പറയുന്നത് 24% BJPക്ക് നൽകുന്നു, UDFന് 42%, 30% LDFന്. അതായത് BJPക്ക് 17 നിന്ന് 24 എത്തിയിരിക്കുകയാണ്. വലിയ കുതിപ്പാണ്. 7% BJPക്ക് അധിക വോട്ട് ലഭിക്കുമെന്നാണ് ഇപ്പോൾ വന്ന ഈ സർവേ പ്രകാരം പറയുന്നത്. അതായത് BJPക്ക് ഈ സമയം തെരഞ്ഞെടുപ്പ് നടന്നാൽ 24% വോട്ട് ശതമാനമായി BJPക്ക് ഉയരുമെന്ന്, അതായത് 20 മറികടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി 24% ആകുമെന്നുള്ള തരത്തിൽ. 43 ആയിരുന്ന UDFന് 42% ആകുമെന്നും പറയുന്നു. 32 LDFന് 30% കുറയുമെന്നും പറയുന്നു. ഇതിൽ BJPയുടെ ഒരു വലിയ കുതിപ്പാണ് കാണുന്നത് ഈ ഒരു വോട്ട് ശതമാനത്തിൽ തന്നെ. അതേസമയം സീറ്റിന്റെ കാര്യത്തിലായാൽ പോലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 1 സീറ്റ് ആയിരുന്നു, തൃശ്ശൂരായിരുന്നു. 18 സീറ്റുകൾ UDF നേടി, 1 സീറ്റ് LDF നേടി. എന്നാൽ ഇപ്പോൾ നടന്ന സർവേ പ്രകാരം ഈ ഒരു പ്രൊജക്റ്റഡ് സീറ്റ് ഷെയർ എന്ന് പറയുന്നത് BJPക്ക് 0 മുതൽ 2 സീറ്റ് വരെ ലഭിക്കുമെന്നാണ്. 16 മുതൽ 18 സീറ്റുകൾ വരെ UDFന് പറയുന്നു, LDFന് 1 സീറ്റ് എന്നുള്ളത്. ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ തന്നെ BJPയുടെ വോട്ട് ശതമാനത്തിൽ വലിയൊരു കുതിപ്പാണ് കാണപ്പെടുന്നത്. അതായത് 17 നിന്ന് 24 എന്ന കുതിപ്പിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും BJP 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ കുതിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ ടുഡേയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ സർവേ പ്രകാരമാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം. അതായത് 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിൽ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ നടത്തിയ സർവേയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി 1,25,123 വ്യക്തികളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ പുതിയ അഭിമുഖങ്ങളും ദീർഘകാല ട്രാക്കിംഗ് ഡാറ്റയും സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDFന് മുൻതൂക്കം ലഭിക്കുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ നാഷൻ അഭിപ്രായ സർവേ പ്രവചിക്കുന്നു. അതിൽ തന്നെ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ 16 മുതൽ 18 സീറ്റുകൾ UDF നേടുമെന്ന് ഇപ്പോൾ പ്രവചിക്കുന്നു. BJP 0 മുതൽ 2 സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നു. എന്നാൽ LDFന് 1 സീറ്റ് മാത്രമേ നേടാൻ സാധിക്കൂ എന്നും പ്രവചിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ട്വിസ്റ്റുകൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നും അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ BJPക്ക്
താമര വിരിയിക്കാൻ കേരളത്തിൽ സാധിക്കുമെന്നുള്ള തരത്തിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും താമരകൾ വിരിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ള തരത്തിലും UDF-ന് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധ്യമാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന തരത്തിലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയാണോ നേരിടാൻ പോകുന്നത് എന്ന് സംശയിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങളും തന്നെയാണ്. അതായത് LDF-ന് വോട്ട് ശതമാനം കുറയുന്നു, ഒരു സീറ്റ് മാത്രം തന്നെയാണ് ഇപ്പോഴും പ്രവചിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നും, അതേസമയം UDF-ന്റെ കാര്യമായാൽ പോലും 43-ൽ നിന്ന് 42% അതേസമയം സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശം അതുപോലെ തന്നെയാണെന്നും 16 മുതൽ 18 സീറ്റുകൾ വരെ തന്നെയാണെന്നും പറയുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഞെട്ടിക്കുന്ന മുന്നേറ്റം കാണപ്പെടുന്നത്. അതായത് ഈ 17%-ൽ നിന്ന് 24% വോട്ട് ശതമാനം ഉയരുമെന്നും, അതേസമയം സീറ്റിന്റെ കാര്യത്തിലായാൽ പോലും 0 മുതൽ 2 സീറ്റുകൾ വരെ BJP-ക്ക് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിലുള്ള ബലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ഈ ബലത്തിൽ എന്ത് തരം ട്വിസ്റ്റുകൾ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സർവേ ബലം വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ഒരു സർവേ ബലം തന്നെയാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും കാത്തിരിക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ ഇനി വരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള തരത്തിലാണ്. പക്ഷേ ഇതിനി നിയമസഭാ തെരഞ്ഞെടുപ്പിലോട്ട് വരുമ്പോഴത്തേക്കും ഈ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കുമോ, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് എത്രത്തോളം സീറ്റുകളായി മാറുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, താമരകൾ വിരിയുമെന്ന് തന്നെയാണ് വന്ന മിക്ക സർവേ റിസൾട്ടുകളും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത്. LDF-ന് ഒരു തകർച്ച നേരിടേണ്ടി വരുമോ, UDF-ന് ഒരു മുന്നേറ്റം ഉണ്ടാകുമോ, BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു കിങ് മേക്കറായി മാറാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.